ശക്തമായ ഭാഷയില്ല, മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത്. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷെ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. സന്തോഷം എന്നത് ആരും വാങ്ങിത്തരുന്ന ഒന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പെരുമാറ്റത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ അത് നേടിയെടുക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. ഒരു അരയന്നത്തിന് വെളുക്കാനായി സ്വയം കുളിക്കേണ്ടതില്ല. അതുപോലെ നിങ്ങൾ എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക. നന്ദി വാക്ക് പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം. ജീവിതം സ്വാഭാവികവും സ്വതസിദ്ധവുമായ മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ്. അവയെ ചെറുക്കരുത്. അത് ദുഃഖം മാത്രമേ സൃഷ്ടിക്കൂ. മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. സമയം നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. താൻ എന്താണെന്ന ചിന്തകളിൽ നിന്നും സ്വയം മോചിതനാകുമ്പോൾ തൻ്റെ പരിധികൾ മറികടക്കാൻ തുടങ്ങും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായിരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. വിജയമല്ല പ്രധാനം, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം. ഒരു മരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിന് 1,00,000 മരങ്ങൾ കത്തിക്കാനും കഴിയും. നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും. സൈക്കോളജി പറയുന്നു, ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീകളും കുറച്ച് സംസാരിക്കുന്ന പുരുഷന്മാരുമാണ് നല്ല ജോഡികൾ. പ്രായമാകരുത് ഒരാളെ വിലയിരുത്തുന്നതിന്റെ മാനദണ്ഡം, മറിച്ച് ഒരാളുടെ സംസ്കാരത്തിന്റെയും ഭൗതിക വികാസത്തിന്റെയും അടിസ്ഥാനത്തിലാവണം വിലയിരുത്തേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.